ഹലോ എവറിബഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിൻ്റെ 2 ദിവസങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഒന്ന് ഈ മെഹന്തി ഇട്ടത്. ഓക്കെ, ഇത് ഒരു ദിവസം മെഹന്തി ഇട്ടതാണ്. കല്യാണത്തിന് 2 ദിവസം മുന്നേ ഞാനൊരു ഇത്താനെ ബുക്ക് ചെയ്ത ഇത്ത വന്നിട്ട് ഇട്ടെന്നതാണ് ഈ മെഹന്തി. ആ ദിവസം ഫുള്ള് ഞാൻ ഈ മെഹന്തി പിടിച്ചിരിക്കലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങളുടെ അല്ല എൻ്റെ ബ്രൈഡ് ടു ബിയും അതേപോലെ തന്നെ ഹൽദി ആയിരുന്നു കേട്ടോ. ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ബ്രൈഡ് ടു ബി ആണ്. ഞാൻ അതിന് വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. റെഡി ആയിട്ട് കാണാം. ഫൈനലി ഗെറ്റിംഗ് റെഡി ഫോർ മൈ ബ്രൈഡ് ടു ബി. റെഡി ആയിട്ട് കാണാം. ബൈ. ഉമ്മയുടെ സാരി. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉമ്മയുടെ സാരിയാണ് കേട്ടോ. ബ്രൈഡ് ടു ബിക്ക് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഉമ്മയുടെ സാരി കല്യാണത്തിന് എടുക്കണം എന്നുള്ളത്. കല്യാണത്തിന് മീൻസ് കല്യാണത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ഉമ്മയുടെ സാരി എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് കാട്ടി, ഇങ്ങനെ ബ്രൈഡ് ടു ബി എന്നുള്ള ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഈ സാരി എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ അരിക്കുത്ത് കല്യാണം വേറെ ഒന്നും നടത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ സാരി നമ്മൾ ബ്രൈഡ് ടു ബിക്ക് എടുത്തു. ബ്രൈഡ് ടു ബി പിന്നെ വളരെ ചുരുങ്ങിയൊരു ബ്രൈഡ് ടു ബി ആയിരുന്നു കേട്ടോ. വലിയ ഗ്രാൻഡായിട്ടുള്ള ഫംഗ്ഷനൊന്നും ആയിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്തു, പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ട് ഒന്നുമില്ല കേട്ടോ. കേക്ക് ഞങ്ങൾ യെല്ലോ കളർ തീമാക്കി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൽദി വന്നായത് കാരണം കൊണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു. അവന്റെ മുഖം കാണിച്ചിട്ട് എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ ഉമ്മയും വാപ്പയാട്ടോ. പിന്നെ എൻ്റെ മൂത്തമ്മമാരുണ്ടായിരുന്നു, അമ്മായിമാരുണ്ടായിരുന്നു, അവരുടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ മാമ. അങ്ങനെ എന്താ പറയുക, എല്ലാവരും കൂടിയിട്ടുള്ള നല്ലൊരു സന്തോഷ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. പിന്നെന്താ പറയുക, എൻ്റെ ഇന്നത്തെ മേക്കപ്പും ഇതെൻ്റെ അനിയനാട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ മേക്കപ്പും എൻ്റെ തലേ ദിവസത്തെ മേക്കപ്പും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എൻ്റെ തലേ ദിവസത്തെ മെഹന്തി ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെയും ഈ മേക്കപ്പൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കുറ്റം കുറവൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. പിന്നെ അങ്ങനെ ആരും പക്ഷേ അങ്ങനെ കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ. എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. അതിൽ സന്തോഷം. ഞാൻ എന്തായാലും എൻ്റെ മെഹന്തി മേക്കപ്പിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്കത് ഇടാം. എന്തായാലും ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ഇതൊക്കെ കേട്ടോ. ഇപ്പോൾ വീഡിയോസും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ എൻ്റെ ബ്രൈഡ് ടു ബി കഴിഞ്ഞു. പിന്നെ ബ്രൈഡ് ടു ബി കഴിഞ്ഞിട്ടായിരുന്നു ഹൽദി ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി വൈകിപ്പോയി. കാരണം ഇത് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായിപ്പോയി. ഫോട്ടോ എടുക്കലും ഈ കേക്ക് കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായി. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഹൽദി പെട്ടെന്ന് തീർത്തു കേട്ടോ. ഞങ്ങളിത് കഴിഞ്ഞ് ഫുഡ് അടിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയി, ഞാൻ സാരി ചേഞ്ച് ചെയ്ത് എൻ്റെ ഹൽദിയുടെ ഡ്രസ്സ് ഇട്ടു, ഒരു യെല്ലോ കളർ ഡ്രസ്സ് എടുത്തിട്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം പിറ്റേ ദിവസം തലേ ദിവസമാണല്ലോ, അപ്പോൾ അന്നും നമുക്ക് ഉറക്കമുളയ്ക്കണം. അപ്പോൾ ഇന്നും ഉറക്കമുളയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ കിടന്നു. പിന്നെ ഇതായിരുന്നു ഫുഡ്: ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ കറി. ഇത്രയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഫുഡ്. ഇതായിരുന്നു എൻ്റെ ഹൽദിയുടെ കോസ്റ്റ്യൂം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, എൻ്റെ മെഹന്തിയുടെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.